ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാജിദ ഷാജി പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ഒരു റഹൂഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ 2 ദിവസം മുന്നേ പുറത്തായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷനുമായിട്ട് നമ്മുടെ ഷാജിദ ഷാജി എന്ന് പറയുന്ന സ്ത്രീ പിന്നെയും യൂട്യൂബ് ചാനലിൽ വന്നിട്ട് സ്വയം ഓൾറെഡി തോണ്ടി വെച്ചൊരു കുഴിയാണ്, അതിന് കുറച്ചും കൂടി ആഴം കൂട്ടി കുഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ആ കാര്യങ്ങൾ കണ്ടുനോക്കാം. എന്താന്ന് വെച്ചാല് ഒരു മെയിനായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റഹൂഫ് പറഞ്ഞൊരു ചങ്ങായിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നാണ് ഷാജിദ ഷാജി പറയാൻ പോകുന്നത്. എന്തായിരിക്കും? സത്യമൊന്നും ആയിരിക്കില്ല, വായെടുത്ത് കഴിഞ്ഞാൽ നുണ മാത്രമേ പറയുള്ളൂ. എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോസ് വഴി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ സത്യമായിട്ടൊന്നും ആരും കൂട്ടണ്ട, എന്തായാലും നമുക്ക് കേൾക്കാം എന്തായാലും എന്താ പറയുന്നതെന്ന്. എനിക്ക് കുറച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 1 മന്ത് മുന്നൊക്കെ, 1 മന്ത് ആയിട്ടില്ല, ഒരു 2 വീക്ക് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രപ്പോസൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ്, 3 മക്കൾ എന്തോ ഉണ്ട്. അയാളുടെ വൈഫ് കൂടല്ല, അയാള് നാട്ടിലില്ല, സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. പേര് റൌഫ്. അപ്പോ 2 വീക്സ് മുന്നേ ആണ് ഒരു പ്രപ്പോസൽ വന്നതെന്നാണ് ഇവര് പറയുന്നത്. 2 വീക്സ് മുന്നേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവര് 2 ദിവസം മുന്നേ ഉണ്ടായ ഇന്റർവ്യൂവിൽ പറഞ്ഞ എന്താ, ഹസ്ബൻഡ് കല്യാണമൊക്കെ കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞ ശേഷം 10-20 ദിവസം കൂടെ ഉണ്ടായിരുന്നു. 2 ആഴ്ച എന്ന് പറയുന്നത് ഏകദേശം 14 ദിവസമല്ലേ? അപ്പം ഈ പ്രപ്പോസൽ വരുന്നതിന് മുന്നേ, ഈ റഹൂഫിന്റെ പ്രപ്പോസൽ വരുന്നതിന് മുന്നേ തന്നെ നിക്കാഹ് കഴിച്ചു. അപ്പം നമ്മുടെ ഷറഫ് അലീനെ അപ്പൊ ഇതിന് മുന്നേ നിക്കാഹ് കഴിച്ചു, അതിന് ശേഷമാണോ ഈ പ്രപ്പോസൽ വന്നത്? അറിയില്ല. അപ്പൊ ഞാൻ ആലോചിക്കട്ടെ, ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ, ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു, കുറച്ച് ക്യാഷ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. മാമാന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മാമാനായിട്ട് അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു, സംസാരിപ്പിച്ചു. അപ്പൊ മാമ, നീ നാട്ടിൽ വാ, നോക്കട്ടെ, ആലോചിക്കട്ടെ, നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാന്ന് മാമയും പറഞ്ഞു. കുറച്ച് ദിവസം മുന്നേ ഉണ്ടായ ഇന്റർവ്യൂവിൽ ഇവർ പറഞ്ഞ എന്താ, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഷറഫ് അലീന്റെ കേസ് ആണെങ്കിൽ പോലും ഉമ്മയ്ക്ക് അറിയാം, വീട്ടിലൊക്കെ വന്നത് അറിയാം, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, കുടുംബക്കാരും അല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത് എന്ന് ഷാജിദ ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പൊ ഈ വീഡിയോ പറയുന്നതാണ്, ഞാനൊന്ന് ഉമ്മാനോട് ചോദിക്കട്ടെ, ഞാനൊന്ന് മാമേനോട് ചോദിക്കട്ടെ, മാമനോ അവരോട് ചോദിക്കട്ടെ എന്നുള്ള രീതിയിൽ റഹൂഫിനോട് പറഞ്ഞു എന്നാണ് ഷാജിദ ഷാജി പറഞ്ഞത്. ഇവര് നാഴിക്ക് 40 വട്ടം പല പ്രസ്താവനകളാണ്, ഒരേ കാര്യം തന്നെ പല രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അല്ലെ. അതിനുശേഷം ഇവർ സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ റഹൂഫ് എന്ന് പറഞ്ഞ വ്യക്തി ഷാജിദന്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് പൈസ ഇട്ടു എന്നാ പറഞ്ഞത്. ചുമ്മാ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് സംസാരിച്ച ഒരു പ്രപ്പോസൽ വന്ന ഉടനെ ഷാജിദ ഷാജിക്ക് പൈസ ഒക്കെ ഇട്ട് കൊടുത്തു അക്കൗണ്ടിലോട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പലർക്കും സംശയം വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, അപ്പൊ അക്കൗണ്ട് നമ്പർ ആര് കൊടുത്തു എന്ന്. അക്കൗണ്ട് നമ്പർ ഇവർ ഓൾറെഡി പൈസ തണ്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ യാചിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് അക്കൗണ്ട് നമ്പർ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി അത് അവിടെ സേവ്ഡ് ആണ്, യൂട്യൂബിന്റെ ഒരു പേജിനകത്ത് സേവ് ആണ് ഇവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പരിചയപ്പെട്ട ഉടനെ തന്നെ പൈസയൊക്കെ ഇവർക്ക് അയച്ചു കൊടുത്തു. പുള്ളിക്കാരെങ്കിൽ ഫ്ലാറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. മാമാന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മാമാനായിട്ട് അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു, സംസാരിപ്പിച്ചു. അപ്പൊ മാമ, നീ നാട്ടിൽ വാ, നോക്കട്ടെ, ആലോചിക്കട്ടെ, നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാന്ന് മാമയും പറഞ്ഞു. നല്ലതാണെങ്കിൽ നോക്കാന്ന് നമുക്ക് മാമയും പറഞ്ഞു. അതിനുശേഷം പുള്ളിക്കാരത്തി കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ മെഹർ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്, അതും കൂടി കേൾക്കാം നമുക്ക്. അപ്പൊ എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി, ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി, സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല. അപ്പൊ അയാളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മെഹർ മേടിക്കണം, ഗോൾഡ് മേടിക്കണം, നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, എൻ്റെ എളാമാൻ്റെ മോന് ഗൾഫിൽ പോകണ്ടായിരുന്നു. അപ്പം അവനിക്ക് കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനിക്ക് സഹായിച്ചു. അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു, അവനിക്ക് കുറച്ച് പൈസ അവനും സംസാരിച്ചു കേട്ടോ, അവനും സാക്ഷിയാണ്. അവനും സംസാരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. അപ്പം ഞാൻ ഇവനിക്ക് മൊത്തം പറഞ്ഞ അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചു, ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് 19,000 റുപ്യ ഞാൻ സഹായിച്ചു കേട്ടോ.
അപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് മാമന്റെയോ മൂത്താപ്പന്റെയോ ആരുടെയോ മോനെ 50,000 ഉറുപ്പിക സഹായിച്ചു എന്നാണ് ഷാജിദ ഇപ്പൊ പറയുന്നത്. ഇതേ ഷാജിദ തന്നെയാണ് നമ്മുടെ തൈറോയിഡിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് സർജറി ചെയ്യാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുന്നേ 2 മാസങ്ങൾക്ക് മുന്നേ ഇതേ ഷാജിദ യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് മക്കളെയൊക്കെ കൂട്ടി വെച്ചിട്ട് 2-3 മക്കളുണ്ടായിരുന്നു ചേർത്ത് വെച്ചിട്ട് എന്റെ കഴുത്തിന് ഇതുപോലെ മുഴയാണ്, എനിക്ക് സർജറി ചെയ്യാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് യൂട്യൂബിലൂടെ എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ച് പൈസ അടിച്ചു മാറ്റി എന്ന് പറയാൻ പറ്റില്ല, സബ്സ്ക്രൈബേഴ്സ് സ്നേഹം കൊണ്ട് അയച്ചു കൊടുത്തതാണ് ഇതേ ഷാജിദയ്ക്ക്. ഇപ്പം ഇതേ ഷാജിദ് ഇത്രയും പൈസ ഉണ്ട് ഷാജിദന്റെ കയ്യിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഷാജിദ മാമനോ മൂത്താപ്പന്റെയോ ആരുടെയോ മോന് ഗൾഫിൽ പോകാൻ വേണ്ടി 50,000 ഉറുപ്പിക സഹായിച്ചു. ഷാജിദയ്ക്ക് ഇത്രയും പൈസ വന്ന് മറിയുന്ന കാര്യം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങൾ ഇനിയും ഇവളുടെ ആട്ടം കണ്ട് പൊട്ടന്മാരാവരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ആ പൈസ അങ്ങനെ പോയി. പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഞാൻ മേടിച്ചത് എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ്. പിന്നെ അയാൾ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇയാളിന്റെ സംസാരം, ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറ്റും. അപ്പൊ കാര്യത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് ഷാജിദയ്ക്ക് തോന്നിയത് കൊണ്ട് ഷാജിദ അത് നൈസായിട്ട് സൈഡാക്കി ഒഴിവാക്കിയെന്നാണ് ഷാജിദ ഇപ്പം പറഞ്ഞു വെക്കുന്നത്. ഈ വീഡിയോ കുറച്ചും കൂടെ ഉണ്ട്, ഞാൻ കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഷാജിദയ്ക്ക് ഇവരുടെ പോക്ക്, റഹൂഫിന്റെ പോക്ക് ശരിയല്ല, ഷാജിദന്റെ അടുത്തുള്ള അപ്രോച്ച് ശരിയല്ല എന്ന് ഷാജിദയ്ക്ക് സ്വയം മനസ്സിലായത് കൊണ്ടാണ് ഷാജിദ പിന്മാറിയെന്നാണ് ഷാജിദ പറയുന്നത്. അത് മാത്രമല്ല, ഇവര് മറ്റേ ഷറഫ് അലീന്റെ കൂടെ വയനാട്ടിലൊക്കെ പോയ സമയത്ത് ഈ റഹൂഫ് വിളിച്ച് നീ ആരുടെ കൂടെയാ പോയതെന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഷാജിദ ഇനി മുൻപോട്ട് കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ഇയാൾ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ യൂട്യൂബ് ജീവിതം എന്താകും, എന്റെ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള അടിച്ചു പൊളിക്കൽ എന്താകും എന്ന് ഒരു പേടിയുള്ളത് കൊണ്ടാണ് റഹൂഫിനെ മനഃപൂർവ്വം ഇത് പറ്റില്ല, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്നാണ് ഇപ്പൊ ഷാജിദ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഷാജിദ എന്ത് പ്രഹസനാണടേ. ഈ ഒരു കാര്യം നിങ്ങൾ തന്നെയാണ് ഓരോ ദിവസം മെഗാ സീരിയൽ എപ്പിസോഡ് പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചാനലിനകത്ത് ഇടുന്ന ഫുള്ള് കാര്യങ്ങളും മണ്ടത്തരങ്ങളാണ് ദിവസേന ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്ത് കൊണ്ടിടും, അതിനൊക്കെ ഓരോ മണ്ടത്തരങ്ങളായിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൂടെ പറയുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്നില്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. കാരണം നാളെ മറ്റന്നാൾ ഇതേ ചോദ്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ പല രീതിയിലായിരിക്കും ആൻസർ പറയുക. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണെന്ന് ഓർമ്മ വേണമെങ്കിൽ, ഓർമ്മക്കേടുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു, പാവല്ലേ, ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, 5 മക്കളൊക്കെ ആയില്ലേ, ആന്റി. അതുകൊണ്ട് ഓർമ്മക്കേട് വരാതിരിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എഴുതി സൂക്ഷിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡോ എന്താ വെച്ചാൽ ചെയ്ത് വെച്ചോളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതേ ഷാജിദ് തന്നെ റഹൂഫിന് അയച്ച വോയിസും കാര്യങ്ങളൊക്കെ റഹൂഫ് ഒരു സൂഫി സഫർ എന്ന് പറഞ്ഞ മീഡിയയിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ആ വോയിസ് എന്തായിരുന്നു എന്നുകൂടി നമുക്ക് കേൾക്കാം. അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു, അതിന് 11,000 രൂപ വേണം, അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിദ പറയുന്നത്. അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട്. ഇതിൽ ബാക്കിയുടെ കേട്ടു നോക്കാം. ആഗ്രഹമല്ലേ ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത്, പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ ഞാൻ പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ട് എങ്ങനെയാണല്ലോ കണ്ടോ, ആ മാല വാങ്ങിച്ചിട്ട് പേരെന്താ കൊടുക്കണ്ടേന്ന് ഷാജിദ ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട്. റഹൂക്ക് എന്ന് ഷാജിദ പറയുന്നുണ്ട്, അതിന്റെ സ്പെല്ലിംഗ് കൂടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത്, റഹൂക്ക് എന്ന് നമ്മുടെ ഷാജിദയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത്. ഞാനല്ല വിളിച്ചത്, നിങ്ങള് അവിടെ നാട്ടിക്ക് എപ്പോഴും ഷാജിദ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണ് നാട്ടിൽ വരുന്നത്, കല്യാണം കഴിക്കണം, നിക്കാഹ് കഴിക്കണം, നമുക്ക് വേറെ വീടെടുത്ത് മാറി താമസിക്കാം, അല്ലെങ്കിൽ ഇക്കാന്റെ ഉമ്മേന്റെ ഉപ്പേന്റെ കൂടെ ആണെങ്കിലും ഞാൻ താമസിക്കാൻ റെഡിയാണെന്നൊക്കെ ഷാജിദ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ത് പ്രഹസനാണ് ഷാജിദയുടെ വോയിസ് തന്നെയാണത്, അല്ലാന്ന് ഷാജിദയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഷാജിദ അത് റഹൂഫിന് അയച്ചതുമാണ്, ശരിയല്ലേ? ഇപ്പൊ എന്നിട്ട് പറയാണ്
എന്താ പറയാ, ആ പുള്ളിയുടെ ക്യാരക്ടർ ശരിയല്ല, അതാണ് ഇതാണ്, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാശ് മേടിച്ചത് അത് ഞാൻ വാങ്ങിച്ചാണെന്ന് ഷാജിദ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് തിരിച്ചു കൊടുക്കാൻ കുറച്ച് സമയം വേണം എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഏത് പെൺകുട്ടിയായാലും കാശ് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഷാജിദയോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ പെൺകുട്ടികളെയും ആ ഒരു ഗണത്തിൽ പെടുത്തരുത്. ഷാജിദയുടെ കാര്യം മാത്രം പറയാം. എല്ലാ പെൺകുട്ടികളും കാശ് കിട്ടിയാൽ വാങ്ങിക്കുന്നു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല. ഇനി അത് മാത്രമല്ല, ഷാജിദ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നല്ല അടിപൊളിയായിട്ട് ഒരു സ്ത്രീക്ക് പണിയും കൊടുത്തിട്ടുണ്ട്. മറ്റാരുമല്ല, യൂട്യൂബർ ആയിട്ടുള്ള ജസ്നയ്ക്ക് തന്നെയാണ്. എല്ലാവർക്കും സംശയം ഉണ്ടാവും ഏത് ജസ്നയാന്നുള്ളത്. ജസ്നാസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരിറ്റി റിലേറ്റഡ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാന്ന് തോന്നുന്നു യൂട്യൂബ് വീഡിയോ. ആ ഒരു പെൺകുട്ടിക്കെതിരെ നല്ല അടിപൊളിയായിട്ട് ഒരു ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം കൂടെ നമുക്ക് കേൾക്കാം. ഈ പൈസ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഞാനൊരു കടമായിട്ടാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഈ പൈസ ഞാൻ അയാൾക്ക് തീർച്ചയായിട്ടും ഞാൻ എത്രയും വോയിസ് അയാൾക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും, എന്റെ കയ്യിൽ പൈസ വന്ന ഉടനെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതും കേൾക്കാണ്ട് അയാൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്താ പറയാ, അയാള് ഇനി എന്ത് അയാൾ കേസ് കൊടുക്കുക വേറെ ഉള്ളത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പൈസ ഇന്റെ ഡേറ്റിന് തരാന്ന് പറഞ്ഞിട്ട് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും ചെയ്യും. പിന്നെ ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെ അയാൾ ഇതാക്കിക്കൊണ്ട് ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്. അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഇങ്ങനെ മറ്റൊരാളടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്. അപ്പൊ അവളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അവളുടെ കാർ കൊണ്ട് അലയിലുണ്ട്. ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കുന്ന ജിംബൽ അങ്ങനെ എന്തോ സാധനമല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം. നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടി തന്നാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെ ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഏകദേശം എന്റെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. കൊള്ളാം. ഒരാളുടെ കുടുംബം കൂടി കലക്കിയപ്പോ എന്തൊരു സന്തോഷമല്ലേ ഷാജിദ. ഷാജിയുടെ പറ്റി ഒരു കാര്യവും പറയാതിരുന്ന ഒരു സൈഡിൽ കൂടി നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് പൊക്കൊണ്ടിരുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു ജസ്നാസ് വ്ലോഗിലെ ജസ്ന. പുള്ളിക്കാരുടെ കുടുംബം കൂടി കലക്കിയപ്പോൾ എന്തൊരു ആശ്വാസം അല്ലേ. ഓഫ്, എനിക്കങ്ങ് സന്തോഷമായി അരുണേട്ട എന്ന് പറയുന്ന പോലെ ആ പെൺകുട്ടിയുടെ കുടുംബം കൂടി ഷാജി കലക്കാനുള്ള ഏകദേശം പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയില്. ഇനി ഇതിനെപ്പറ്റി ജസ്നാസ് വ്ലോഗിലെ ജസ്ന എക്സ്പ്ലനേഷൻ വീഡിയോ റിപ്ലൈ ആയിട്ട് വരുമോന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങനെ വരാതിരിക്കട്ടെ. പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ലാഗായി മുന്നോട്ട് പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. എന്തായാലും ഷാജിദ, നിങ്ങൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യവും വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും അല്ല. നിങ്ങൾ നിർത്ത്, ദയവില്ല. നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾ നിർത്ത്. ഒരു മെഗാ സീരിയൽ എപ്പിസോഡ് പോലെ ഇതിങ്ങനെ കൊണ്ടുപോവല്ലേ. നിങ്ങളുടെ ഈ ഓരോ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഓരോ ദിവസം പല രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കാണുന്ന സമയത്ത് ആൾക്കാർ പ്രതികരിക്കാതിരിക്കില്ല. നിങ്ങളുടെ കമന്റ് ബോക്സ് ഓഫാണ്. നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ആൾക്കാരും ഇതെടുത്ത് റിയാക്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരില് ഷാജിയുടെ കണ്ടന്റ് എടുക്കാത്ത ആൾക്കാർ ഒരു 10% പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ആൾക്കാർ നിങ്ങളിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വീഡിയോയ്ക്ക്. അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ആയിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ചാനലിന്റെ വീഡിയോസിൽ വന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാനലില് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ മണ്ടത്തരങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നത്, മണ്ടത്തരങ്ങൾ ബ്ലണ്ടേഴ്സ് ഇങ്ങനെ ഓരോ ദിവസവും ഒന്ന് പറയാതിരിക്കും. നിങ്ങൾക്ക് 5 മക്കളില്ലേ, ആ മക്കളുടെ കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് തോന്നുന്നു മൂത്ത മോന് 15 വയസ്സുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള ഒരു മോനാണ്. ആ മോൻ ഇത് കാണുന്നില്ലേ? മോന്റെ ഫ്രണ്ട്സ് ഇത് കാണുന്നില്ലേ? നിങ്ങൾക്ക് സ്വയം ഒരു ലജ്ജ തോന്നുന്നില്ലേ സ്ത്രീയെ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ആവട്ടെ, ഇനി നിങ്ങൾക്ക് പറ്റിയതൊക്കെ പോട്ടെ, നിങ്ങൾ അത് വിട്ടുകളാ. നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ ഓരോ ദിവസം ഇനി 3ാമത്തെ ഇന്റർവ്യൂ എപ്പോൾ വരും, അതിനകത്ത് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് നല്ല വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വിശ്വസിച്ചിരിക്കുന്ന 1 lakh above സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലെ. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ വിവരക്കേടും മണ്ടത്തരങ്ങളും പറ്റിക്കൽ കഥകളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യം വരും, ഒരു വെറുപ്പ് വരും. അങ്ങനെ അറ്റ കഴിക്ക് അവര് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാല് യൂട്യൂബ് വരുമാനവും നിൽക്കും. ലാസ്റ്റ് തെരുവിലിറങ്ങി പിച്ച തണ്ടേണ്ട അവസ്ഥയായിരിക്കും. ദൈവത്തെ ഓർത്ത് അതിനൊന്നും ഇടവരുത്താതിരിക്കട്ടെ. നല്ല രീതിയിൽ മുന്നോട്ട് പോവാ. ഇനിയെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കും. ഓക്കെ. അപ്പൊ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ദയവായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.